ഹലോ, വെൽക്കം ബാക്ക് ടു മലബാർ ഫുഡ് ബുക്ക്. ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൺ സ്റ്റൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു 1/2 കിലോളം മട്ടൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ ആദ്യം തന്നെ നമുക്കൊന്ന് വേവിച്ച് മാറ്റി വെക്കാം. മട്ടൺ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ആദ്യം തന്നെ ഒരു പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് ഒരു 6 7 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത്, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 4 പച്ചമുളക് ചെറുതായി മുറിച്ചത് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുക്കണം. ഞാനൊരു ചെറിയ 2 പൊട്ടറ്റോയും ഒരു പകുതി ക്യാരറ്റ് ചെറുതായി മുറിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇത് വേവിക്കാനായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളവും നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മട്ടൺ പീസസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് ശരിയാക്കി എടുക്കണം. ഇപ്പം ഞാനിപ്പോൾ തേങ്ങാപ്പാലല്ല ഉപയോഗിക്കുന്നത്, കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എത്രത്തോളം കറി ആവശ്യമാണ് എന്നതിനനുസരിച്ച് അത്രത്തോളം കോക്കനട്ട് മിൽക്ക് പൗഡർ നമുക്കെടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ വെന്ത ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഓഫ് ചെയ്യാം. ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക്